വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 192-45 വകുപ്പുകൾ, ദുരന്ത നിവാരണ നിയമത്തിലെ 51-ാം വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, പ്രമുഖ വ്യവസായി രവിപിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ, ഇവരെല്ലാം 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നോർക്ക ഡയറക്ടർമാരൊരാളായ ജയകൃഷ്ണ മേനോൻ 1 കോടി രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ KSFE 5 കോടി രൂപയും, കനറ ബാങ്ക് 1 കോടി രൂപയും, KMML 50 ലക്ഷം രൂപയും, വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപയും, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ ഇപ്പോൾ തൊട്ടു മുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ശ്രീ EV വേലു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട്. തമിഴ് ചലച്ചിത്ര നടൻ വിക്രം 20 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് 11 ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട്. കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റവശ്യ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ച് നൽകുന്നുണ്ട്. എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ്, ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഇവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് വേണ്ടാത്തതായി വരും. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒന്നായി മാറും. അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നവർ അത് നിർത്തിവെക്കുന്നതായിരിക്കും നന്നാവുക. അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയ അല്ലാതാകുന്നതുകൊണ്ടാണ് ഈ തരത്തിൽ പറയുന്നത്. എന്നാൽ അതിൽ പങ്കാളികളായവർ ശേഖരിച്ച വസ്തുക്കളുണ്ടെങ്കിൽ അത് ജില്ലകളിലെ കലക്ട്രേറ്റുകളിൽ അത് കൈമാറാം. ഓരോ കലക്ടറും വയനാട് കലക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കുന്ന നിലയെടുക്കും. അതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും ആവശ്യം പ്രത്യേകമായി വരുന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്ന മുറക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇപ്പോൾ
ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻസ് 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് 2 പോസ്റ്റുകളാണ് കോഴിക്കോടൻസ് 2.0 എന്ന പേജിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഉപയോഗത്തിലെ പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെടുത്തിയും ഇതിനെ കൂട്ടിക്കെട്ടുന്ന പോസ്റ്റുകളുണ്ട്. ഇതിനൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പേജിനെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് കോൺഗ്രസ് അനുകൂല പ്രൊഫൈലാണെന്ന് വ്യക്തമാകുന്നുമുണ്ട്. രാത്രിയിലെ രക്ഷാപ്രവർത്തനം നിർത്തുന്നതിനെയും ഈ പേജിലൂടെ വിമർശിക്കുന്നുണ്ട്. ഷിരൂരിലെ ദൗത്യത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങളുമായി കൂട്ടിക്കെട്ടിയാണ് വിമർശനം. പോസ്റ്റിൽ പറയുന്നത് കമ്മികൾക്ക് കർണാടകയിൽ രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കേരളത്തിലെ ജീവനുകൾക്ക് ഒന്നും ഒരു വിലയും ഇവർ കൊടുക്കുന്നില്ല. ഷിരൂരിൽ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിയതിനെതിരെ വാതുറന്ന കമ്മികൾക്ക് ഒന്നും പറയാനില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്. ഇതിനെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ ദുഷ്കരമായ അവസ്ഥ മറച്ചുവെക്കുന്നതാണ് പോസ്റ്റുകളെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അതിരുവിട്ട വിമർശനങ്ങൾ ഇനിയുമുണ്ടായാൽ ഉടൻ കേസെടുക്കാനാണ് തീരുമാനം. അതേസമയം ഇനിയും കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ടോ എന്ന് പോലീസ് നിരീക്ഷിക്കുന്നതാണ്.